അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുത്തഫരിദ് ഫിഖ്ഹ് ക്ലാസ് നമ്പർ 5. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ഫസ്ലു ഫിൽ ഗുസ്ലി, ഇന്ന് കുളിയെയാണ് പറയുന്നത്. ഇസ്ലാമിൽ ഫറലായ കുളിയുമുണ്ട്, സുന്നത്തായ കുളിയുമുണ്ട്. കുളി ഫറലാകാനുള്ള കാരണങ്ങൾ 6 കാരണമാണ് ബഹുമാനപ്പെട്ട മുത്തഫരിദ് 8-ാം പേജിൽ എണ്ണുന്നത്. മുജിബു ദുഖൂലു ഹഷ്ഫ, ഒന്നാമത്തെ കാരണം ദുഖൂലു ഹഷ്ഫ, പുരുഷന്റെ ലിംഗാഗ്രം, അതിൻ്റെ മുൻഭാഗം ഫി ഫർജിൻ വലൗലി ബഹീമത്തിൻ, ഒരു യോനിയിൽ പ്രവേശിക്കുക. അത് മനുഷ്യൻ്റേതാവട്ടെ മറ്റു വല്ല മൃഗങ്ങളുടേതോ ഏതാവട്ടെ, മുൻ ഭാഗത്താവട്ടെ ഭൂതഭാഗത്താകട്ടെ, അറിഞ്ഞോ അറിയാതെയോ വികാരത്തോടെയോ അല്ലാതെയോ മറയോടെയോ അല്ലാതെയോ മറന്നോ നിർബന്ധിക്കപ്പെട്ടുകൊണ്ടോ ഏത് വിധമായാലും പുരുഷന്റെ ലിംഗാഗ്രം മറ്റൊരു മുൻ പിൻ ദ്വാരങ്ങളിൽ മൃഗങ്ങളുടേതാണെങ്കിൽ പോലും പ്രവേശിച്ചു കഴിഞ്ഞാൽ ഈ പുരുഷന്റെ മേൽ കുളി നിർബന്ധമാണ്. അവന് സ്ഖലനം ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ, ഒരു ഭർത്താവ് ഭാര്യയുമായി ബന്ധപ്പെടാൻ അങ്ങ് തുടങ്ങി, അവൻ്റെ ലിംഗാഗ്രം അവളിൽ മറഞ്ഞു, ഉടനെ തന്നെ അവൻ വിരമിച്ചു, സ്ഖലനം ഉണ്ടായിട്ടില്ല, തുടക്കത്തോടു കൂടെ തന്നെ അവൻ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോലും കുളി അതോടുകൂടെ നിർബന്ധമായി എന്നു സാരം. അവൻ ജനാബത്തുകാരനായി. അപ്പോൾ ദുഖൂലു ഹഷ്ഫ എന്നാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം വഖുറൂജു മനിയിഹി, ഒരു വ്യക്തിയുടെ ഇന്ദ്രിയം പുറപ്പെട്ടാൽ അവൾക്ക് കുളി നിർബന്ധമായി. അത് ഏത് വിധാനമാണെങ്കിലും. ഇസ്ലാമികമായി പ്രായപൂർത്തി എന്നാൽ 9 വയസ്സ് മുതൽക്ക് തന്നെ ഉണ്ടാവാം. 9-ാം വയസ്സിൽ സ്ഖലനം ഉണ്ടാവാം. ആണായാലും പെണ്ണായാലും ഉറക്കലായാലും അല്ലാതെയും കരുതി കൂട്ടിയോ അല്ലാതെ ഏത് വിധത്തിലായോ സ്ഖലനം ഉണ്ടായോ കുളി നിർബന്ധമാണ്. സ്വഹീഹായ ഹദീസിൽ കാണാം, ഇമാം നസായിയും ഇബ്നു മാജയും റളിയല്ലാഹു അൻഹുമാ ആയിഷ റളിയല്ലാഹു അൻഹാ ഖാലത്ത് ഇദസ്തൈഖള അഹദുകും മിൻ നൗമി, ഒരാൾ ഉറക്കിൽ നിന്ന് ഉണർന്നു നോക്കുമ്പോൾ ഫറാബലൻ, അവൻ അടിവസ്ത്രത്തിൽ ഒരു നനവ് കണ്ടു. വലം യറ അന്നഹു തലമ, അവൻ ഉറക്കിൽ അപ്രകാരമുള്ള സ്വപ്നമൊന്നും കണ്ടിട്ടില്ലെങ്കിൽ പോലും, സ്ഖലനമുണ്ടാകുന്ന ഒരു കാരണമൊന്നും അവൻ സ്വപ്നം കണ്ടിട്ടില്ല, എന്നാൽ പോലും അടിവസ്ത്രത്തിൽ നനവ് കണ്ടാൽ അഥവാ മനിയ് കണ്ടാൽ ഇഗ്തസല, കുളിക്കൽ നിർബന്ധമാണ്. നേരെ മറിച്ച് വൈദാറഅന്നഹുതലമ, സ്ഖലനമുണ്ടാകുന്ന പല കാര്യങ്ങളും അവൻ സ്വപ്നത്തിൽ അവൻ കണ്ടു. സ്വപ്നത്തിൽ കണ്ടെങ്കിലും വലം യറ ബലല, നനവൊന്നും കാണാനില്ലെങ്കിൽ ഫലാ ഗുസ്ല അലൈഹി, കുളി നിർബന്ധമില്ല. ഇദാ വജദത്തിൽ മർഅ, പെണ്ണാണ് കാണുന്നത്, ഫിൽ മനാമി, ഉറക്കിൽ, മാജിദു റജുലിയാണ് കണ്ടതുപോലെ, അങ്ങനെ നനവൾ പുറത്ത് കണ്ടാൽ ഫൽ തഗ്തസിൽ, അവളും കുളിക്കൽ നിർബന്ധമാണ്. അപ്പം സ്വപ്നസ്ഖലനമായാലും അറിഞ്ഞായാലും നിർബന്ധിക്കപ്പെട്ടാലും ഏത് വിധേനയും ആണിൽ നിന്നോ പെണ്ണിൽ നിന്നോ സ്ഖലനമുണ്ടായാൽ കുളി നിർബന്ധമാണ്. ഇതാകുന്നു രണ്ടാമത്തെ കുളി നിർബന്ധമാകാനുള്ള കാരണം. മൂന്നാമത്തെ മൗത്തു ഗൈരി ഷഹീദ്, ഷഹീദല്ലാത്തവർ മരണപ്പെട്ടാൽ കുളി നിർബന്ധമാണ്. അവരെ കുളിപ്പിക്കൽ നിർബന്ധമാണ്. മയ്യത്ത് കുളിപ്പിക്കൽ നീയത്ത് നിർബന്ധമൊന്നുമില്ല, നീയത്ത് സുന്നത്തേ ഉള്ളൂ, പക്ഷെ കുളിപ്പിക്കൽ നിർബന്ധമാണ്. മയ്യത്തിനെ കുളിപ്പിക്കൽ നിർബന്ധമാണ്. ഷഹീദിനെ കുളിപ്പിക്കണ്ട. ഷഹീദ് എന്നാൽ 3 വിധം ഷഹീദുണ്ട്. ഒന്ന്, ദുനിയാവിലും ആഖിറത്തിലും ഷഹീദായിട്ട് കൂട്ടുന്ന, അതായത് ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ സമ്മതപ്രകാരം ഇസ്ലാം അംഗീകരിക്കുന്ന യുദ്ധത്തിൽ ഏർപ്പെടുകയും ഇസ്ലാം അംഗീകരിക്കുന്ന വിധത്തിലുള്ള യുദ്ധത്തിൽ കൊല്ലപ്പെടുകയും ചെയ്ത മുസ്ലിം, അവനെയാണ് യഥാർത്ഥ ഷഹീദ് എന്ന് വിളിക്കുന്നത്. അവനെ കുളിപ്പിക്കൂല. അവൻ്റെ രക്തം പുരണ്ട വസ്ത്രത്തോടുകൂടെ അങ്ങനെ തന്നെ കഫം ചെയ്തുകൊണ്ട് നിസ്കാരമോ കുളിപ്പിക്കലോ ഒന്നുമില്ലാതെ മറമാടപ്പെടണം എന്നാണ് ഇസ്ലാമിൻ്റെ നിയമം. മറ്റു രണ്ടാമത്തെ വിഭാഗം ശുഹദാ ഉണ്ട്. അത് ദുനിയാവിൽ അവരെ ഷഹീദായി കൂട്ടൂല, പരലോകത്ത് ശുഹദാവിൻ്റെ എല്ലാ സ്ഥാനങ്ങളും അല്ലാഹു തആല അവർക്ക് നൽകും. അവർക്ക് ഉഖ്റവിയായ ഷഹീദ് എന്ന് പറയും. കാസർഗോഡ് കൊല്ലപ്പെട്ട സഹോദരനെ പോലെ, അല്ലെങ്കിൽ വെള്ളത്തിൽ മുങ്ങി മരിക്കുന്ന, അല്ലെങ്കിൽ വല്ല തീപിടുത്തത്തിലും പെട്ട് മരണപ്പെടുന്ന, ബിൽഡിങ് വീണ് അതിൻ്റെ ഉള്ളിലകപ്പെട്ട് മരിക്കുന്ന,
അല്ലെങ്കിൽ പ്രസവവേദനയകപ്പെട്ട് മരിക്കുന്ന പെണ്ണ്, ഇപ്രകാരം ഒരേ ഹദീത്തിൽ തന്നെ 7 വിഭാഗത്തെ എണ്ണിയിട്ടുണ്ട്. അതൊക്കെ ഉഹ്റവിയ ഷഹീദാണ്. പരലോകത്ത് ശുഹദാവിന്റെ കൂലി കിട്ടും, ദുന്യാവിൽ ഷഹീദല്ല. അവരെ കുളിപ്പിക്കണം, കഫം ചെയ്യണം, നിസ്കരിക്കണം, മറമാടണം. മറ്റൊന്നുണ്ട്, ദുന്യാവിൽ ഷഹീദായി കൂട്ടും, ആഖിറത്തിൽ ഷഹീദയല്ല. ലോകാഭിമാനത്തിന് വേണ്ടിയിട്ടോ പ്രശസ്തിക്ക് വേണ്ടിയിട്ടോ ആയിരുന്നു അവൻ യുദ്ധം ചെയ്തിരുന്നത്. പക്ഷേ ഇസ്ലാം അംഗീകരിക്കുന്ന യഥാർത്ഥ യുദ്ധത്തിലാണ് അവൻ പങ്കെടുത്തു മരിച്ചത് എങ്കിൽ ദുനിയാവിൽ നാം ഷഹീദായിട്ട് കുളിപ്പിക്കാതെ കുളിപ്പിക്കാതെ നിസ്കരിക്കാതെ അവൻ്റെ വസ്ത്രത്തിൽ കഫൻ ചെയ്ത് യഥാർത്ഥ ശുഹദാവിൻ്റെ പവറൊക്കെ കൊടുത്തിട്ട് നമ്മൾ മറമാടും. പക്ഷെ ആഖിറത്തിൽ അവന് ഷഹീദിൻ്റെ കൂലി കിട്ടൂല. അങ്ങനെ 3 വിധം ഷഹീദുണ്ട്. ഏതായാലും ഇസ്ലാം അംഗീകരിക്കുന്ന യഥാർത്ഥ യുദ്ധത്തിൽ മരണപ്പെട്ട ആളെ കുളിപ്പിക്കപ്പെടൂല, നിസ്കരിക്കപ്പെടൂല. ഉള്ള വസ്ത്രത്തിൽ, അതായത് രക്തപുരണ്ട വസ്ത്രത്തിൽ കഫം ചെയ്തുകൊണ്ട്, ആ വസ്ത്രം തികയില്ലെങ്കിൽ വേറെ വസ്ത്രം നിർബന്ധമായും പൂർത്തിയാക്കപ്പെടണം. അങ്ങനെ അവനെ മറമാടപ്പെടും. ഇനി അടുത്ത കാരണം ഇങ്കിത്താവു ഹൈല് രക്തം നിലക്കലാണ്. ഹൈല് എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറെങ്കിലും ഒരു പെണ്ണിന് രക്തമുണ്ടാവണം. 15 ദിവസമാണ് ഏറി വന്നാൽ ഹൈലുണ്ടാകൂ. ഒരു ഹൈലുണ്ടായിട്ട് അടുത്ത ഹൈല് വരെ എത്ര കാലം എന്ന കണക്കൊന്നുമില്ല. 9-ാം വയസ്സ് മുതൽ സഹോദരിമാർക്ക് ഹൈലുണ്ടാകാം, വിശദീകരിക്കുന്നില്ല. ഹൈല് രക്തം നിലച്ചാൽ കുളി നിർബന്ധമാണ്. ഇപ്രകാരം തന്നെ അടുത്ത കാരണം നിഫാസാണ്, പ്രസവരക്തം. പ്രസവരക്തം മുറിഞ്ഞാൽ കുളിക്കൽ നിർബന്ധമാണ്. അല്പനേരമാണെങ്കിലും അത് അഖല്ലൂലാള, അല്പനേരമാണ് ചുരുങ്ങിയത്. മിക്കവാറും 40 ദിവസമാണ് ഉണ്ടാകാറുള്ളത്, 60 ദിവസമാണ് പൂർണ്ണമായത്. അബോർഷൻ ഉണ്ടായാലും അതുപോലെ പ്രസവം നടക്കുന്നത് ഓപ്പറേഷനിലൂടെയാണെങ്കിലും ഒക്കെ പ്രസവത്തിന്റെ കുളി നിർബന്ധമാണ്. അടുത്ത കാരണം ദുഹൂൽ അഷ്ഫ 1, ഖുറൂജ് മനി 2, മൗത്തു ഗൈരി ഷഹീദ് 3, ഇങ്കിത്താവു ഹൈദ് 4, നിഫാസ് മുറിയുക 5, വിലാദത്ത് പ്രസവം 6. ഇങ്ങനെ 6 കാരണം കൊണ്ട് കുളി നിർബന്ധമാകും. ഈ കുളികൾക്കൊക്കെ നിർബന്ധമായും നിയ്യത്ത് വെക്കണം. എന്താണ് നിയ്യത്ത് വെക്കേണ്ടത്? ഫറലായ കുളി കുളിക്കുന്നു എന്ന് നിയ്യത്ത് വെച്ചാൽ മതി. വലിയ അശുദ്ധിയെ ഉയർത്തുന്നു എന്ന് നിയ്യത്ത് വെച്ചാൽ മതി. വലിയ അശുദ്ധിയെ തൊട്ട് ഞാൻ ശുദ്ധിയാക്കുന്നു എന്ന് നിയ്യത്ത് വെച്ചാൽ മതി. ഇങ്ങനെ നിയ്യത്തോടു കൂടെ തന്നെ നിർബന്ധമാണ്. ശരീരമാസകലം പുറഭാഗത്ത് വെള്ളം ചേർക്കലും നിർബന്ധമാണ്. അവൻ്റെ താടി കട്ടിയുള്ള താടിയാണെങ്കിൽ വരെ ഒതൂല് കട്ടിയുള്ള താടിയുടെ ഉള്ളിൽ വെള്ളം നനക്കൽ നിർബന്ധമല്ല, സുന്നത്തേ ഉള്ളൂ. പക്ഷെ കുളിയിൽ അങ്ങനെയല്ല. എത്ര കട്ടിയുള്ള രോമങ്ങളാണെങ്കിലും ഉള്ളൊക്കെ നനക്കൽ നിർബന്ധമാണ്. നഖത്തിന്റെ ഉള്ളു നനക്കൽ നിർബന്ധമാണ്. മാർഗഭംഗം ചെയ്യപ്പെടാത്ത ആളാണെങ്കിൽ ആ തൊലിയുടെ ഉള്ളു നനക്കൽ നിർബന്ധമാണ്. ചെവിയുടെയും അതുപോലെ തന്നെ കക്ഷത്തിൻ്റെയും മറ്റു ഭാഗങ്ങളെയൊക്കെ ഉൾഭാഗങ്ങൾ ശരിക്ക് കഴുകൽ നിർബന്ധമാണ്. അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കണം, കന്യകയല്ലാത്ത പെണ്ണ് സാധാരണ മൂത്രിക്കാനൊക്കെ ഇരിക്കുന്നത് പോലെ ഇരിക്കുമ്പോൾ അവളുടെ ഔറത്തിന്റെ ഉൾഭാഗത്തിൽ നിന്ന് വ്യക്തമാകുന്ന ഭാഗങ്ങളെ കുളിയിൽ കഴുകൽ നിർബന്ധമാണ് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. കാലിലോ കയ്യിലോ ഉള്ള പൊട്ടലുകളോ കീറലുകളോ അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ചേർക്കാൻ സാധിക്കുമെങ്കിൽ ചേർക്കണം. ശരീരമാസകലം വെള്ളം ചേർക്കാൻ പറ്റാത്ത വിധം എന്തെങ്കിലും പ്ലാസ്റ്ററോ മറ്റോ ശരീരത്തിലുണ്ടെങ്കിൽ അതിന് പകരമായി തയമ്മം ചെയ്യലും നിർബന്ധമാണ്. കുളിയുടെ ഒരുപാട് സുന്നത്തുകളുണ്ട്. ജനാബത്തുള്ളവൻ കുളിക്കുന്നതിന് മുമ്പ് ഒന്ന് മൂത്രിക്കൽ സുന്നത്താണ്. കുളിക്കുമ്പോൾ ഖിബിലാക്ക് തിരിയൽ സുന്നത്താണ്. ബിസ്മി ചൊല്ലൽ സുന്നത്താണ്. അവസാനം വരെ വുളു ഉണ്ടാവൽ സുന്നത്താണ്. കുളി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ശരീരത്തിലുള്ള മനിയോ മതിയോ മറ്റു മ്ലേച്ഛ വസ്തുക്കളോ എല്ലാം ആദ്യമേ കഴുകി ശുദ്ധിയാക്കൽ സുന്നത്താണ്. ബ്രഷ് ചെയ്യലും വായിൽ വെള്ളം കുപ്പിളിക്കലും മൂക്കിലൊരൽപ്പം വെള്ളം കയറ്റി പുറത്താക്കലും സുന്നത്താണ്. പൂർണ്ണമായൊരു വുളു കുളി തുടങ്ങുന്നതിന് മുമ്പ് സുന്നത്താണ്. അതുപോലെ തന്നെ ഈ വുളു കുളി കഴിയുന്നത് വരെ അവനുണ്ടാകൽ വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്. ഒട്ടിച്ചൊളിഞ്ഞ സ്ഥലങ്ങളെ സൂക്ഷിച്ചു കഴുകൽ സുന്നത്താണ്. വെള്ളം ആദ്യം തലക്കൊഴിക്കലും പിന്നെ വലതുഭാഗങ്ങളിലും പിന്നെ ഇടതുഭാഗങ്ങളിലും ഒഴിക്കൽ വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്. ശരീരം ഒന്ന് തേച്ച് കഴുകുക, വരക്കുക സുന്നത്താണ്. മുടിയെ തിക്കകറ്റൽ സുന്നത്താണ്. ഈ പറഞ്ഞതൊക്കെ തെർത്തീബോട് കൂടെ ചെയ്യൽ സുന്നത്താണ്. ഇങ്ങനെ ഇതെല്ലാം കുളിയുടെ സുന്നത്തുകളാണ്. സംസാരിക്കാതിരിക്കൽ സുന്നത്താണ്. അതുപോലെ തന്നെ ജനാബത്തുള്ള വ്യക്തിയോ ഹൈദ് നിഫാസ് ഉള്ളവളോ ശരീരത്തിൽ നിന്ന് കുളിക്കുന്നതിൻ്റെ മുമ്പ് നഖങ്ങളോ രോമങ്ങളോ നീക്കാതിരിക്കൽ സുന്നത്താണ്.
ഒഴിഞ്ഞ സ്ഥലത്താണെങ്കിൽ വരെ കുളിക്കുമ്പോൾ ഔറത്ത് മറക്കണം. അന്യാളുകൾ കാണാൻ സാധ്യമുള്ള ഇടത്ത് നിർബന്ധമാണ്. കുളി റൂമിന്റെ ഉള്ളിൽ കുറ്റിയിട്ട് കുളിക്കുകയാണെങ്കിലും അവിടെ ലജ്ജയുണ്ടാവണം. അള്ളാന്റെ നിയമമാണ്. അവൻ ഔറത്ത് മറക്കൽ പ്രധാന സുന്നത്താണ്, അല്ലെങ്കിൽ കറാഹത്താണ്. കുളിയൊക്കെ ശരിയാകും. കുളിയുടെ ശേഷം വിക്രും ദുആവും വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്. ഉദുവിന്റെ ശേഷം പറഞ്ഞില്ല അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു എന്നുള്ള ദുആ സുന്നത്താണ്. അതുപോലെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു, സ്ത്രീ ഹൈള് നിഫാസ് കുളിക്കുന്നതിന്റെ ശേഷം എന്തെങ്കിലും ഒരു സുഗന്ധം അവളുടെ ഔറത്തിന്റെ ഭാഗത്ത് ഒന്ന് പുരട്ടൽ വളരെ പ്രധാന സുന്നത്താണ്. ഇതെല്ലാം മഹാന്മാർ ഫിഖ് കിതാബിൽ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് നേരെ ഹദീസാണത്. തത്തബഈ പെണ്ണെ, ഹൈള് രക്തം പുറപ്പെട്ട സ്ഥലത്ത് ഫറലായ കുളി കുളിച്ചതിന്റെ ശേഷം ഒരൽപ്പം സുഗന്ധം നീ ആക്കണേ എന്നുള്ളത് പ്രധാനപ്പെട്ട ഹദീസിൽ വന്ന കൽപ്പനയാണ്. അത് വളരെ പ്രധാനപ്പെട്ട സുന്നത്തുമാണ്. ഹജ്ജിന്റെ ഇഹ്റാമിലല്ലെങ്കിൽ നോൻപിലും അല്ലെങ്കിൽ ഭർത്താവ് മരിച്ച ഇദ്ദയിരിക്കുന്ന പെണ്ണും അല്ലെങ്കിൽ ഫർജിന്റെ ഭാഗത്ത് ഒരൽപ്പം സുഗന്ധം പഞ്ഞിയിൽ പൂശിയോ മറ്റോ അവിടെ ഒന്നാക്കൽ സുന്നത്താണെന്ന് ഹദീസിൽ വന്ന പ്രധാന നിയമമാണ്. കുളിക്കുമ്പോൾ ഉളുവില്ലാതെ ഉളു എടുക്കാതിരിക്കൽ കറാഹത്താണ്. ഉളു വേണം. അതുപോലെ തന്നെ കുളിച്ചതിന്റെ ശേഷം പെണ്ണ് ഇങ്ങനെ സുഗന്ധം പുരട്ടാതിരിക്കൽ കറാഹത്താണ്. അവൾക്കത് നല്ലതല്ല. ജനാബത്തുള്ള വ്യക്തി ഒന്നുകൂടെ ഭാര്യയുമായിട്ട് ബന്ധപ്പെടാൻ ഉദ്ദേശിക്കുമ്പോൾ, അല്ലെങ്കിൽ ഉറങ്ങാൻ ഉദ്ദേശിക്കുമ്പോൾ, അല്ലെങ്കിൽ തിന്നാനോ കുടിക്കാനോ വല്ല ദിക്റും ചെല്ലാനോ ഉദ്ദേശിക്കുമ്പോഴൊക്കെ ഒരു വുളു ഉണ്ടാക്കൽ സുന്നത്താണ്. വുളു ഇല്ലാത്തതൊന്നും ചെയ്യരുത്, കറാഹത്ത. നേരെ മറിച്ച് ഹൈളോ നിഫാസോ ഉള്ള പെണ്ണ് അവൾ രക്തം കുളിക്കുന്നതിന്റെ മുമ്പ് അവൾ ആ ഹൈളോടുകൂടെ വുളു ഉണ്ടാക്കരുത്. വുളു ഉണ്ടാക്കിയത് കൊണ്ട് ഫലമില്ല. അവൾ വുളു ഉണ്ടാക്കൽ തെറ്റാകുന്നു. പിന്നെ നമ്മൾ ഈ പറഞ്ഞതൊക്കെ ഫറളായ കുളിയുടെ നിയത്തുകളൊക്കെയാണ്. സുന്നത്തെ ഒരുപാട് കുളികളുണ്ട്. ജുമയുടെ കുളിയുണ്ട്, പെരുന്നാളിന്റെ കുളി, ഇഅ്തികാഫിരിക്കാൻ ഉദ്ദേശിക്കുന്നവർ കുളിക്കുന്ന കുളി, ബാങ്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നവർ കുളിക്കുന്ന കുളി, മക്കയിലോ മദീനയിലോ പ്രവേശിക്കാൻ കുളി സുന്നത്തുണ്ട്, പള്ളിയിൽ പോകാൻ ഏത് സമയത്തായാലും പള്ളിയിൽ പോകാൻ കുളി സുന്നത്തുണ്ട്, റമദാന്റെ ഓരോ രാത്രികളിലും കുളി സുന്നത്തുണ്ട്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ് മയ്യിത്തിനെ കുളിപ്പിച്ചവൻ ഒന്ന് കുളിക്കൽ സുന്നത്താണ്. ഇങ്ങനെ ഒരുപാട് കുളികൾ ഹജ്ജിലും ഉംറയിലും മറ്റുമൊക്കെ സുന്നത്തായ ഒരുപാട് കുളികളുണ്ട്. ഇവിടെ ആ കാരണത്തിന് വേണ്ടിയിട്ടുള്ള സുന്നത്തായ കുളി ഞാൻ കുളിക്കുന്നു എന്നാണ് നിയ്യത്ത് വെക്കേണ്ടത്. അല്ലാഹു തആല എല്ലാവിധ ബാഹ്യവും ആന്തരികവുമായ ശുദ്ധികൾ അല്ലാഹു തആല നമുക്കൊക്കെ നൽകി ഇഹപര വിജയം നൽകി അല്ലാഹു തആല നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ.